ഇപ്പോൾ യേശുവും കൃഷ്ണനും ദൈവമല്ല, നിയന്ത്രിക്കുന്നുണ്ട്. എന്നെ അതിന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഉറപ്പാണ്. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. അപ്പോൾ ആദ്യം ഞാൻ തന്നെ ആര് എന്നെ സംസാരിച്ച് നോക്കുമ്പോൾ ആരും കാണാനില്ല. ബ്രെയിൻ മാപ്പിങ്ങും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന പെട്ടിടക്കുന്ന അവർ ശരിക്കും പറഞ്ഞാൽ അവരെ നിയന്ത്രിക്കുന്ന ചില ശക്തികൾ ഉണ്ട്. ഇതൊന്നും മനുഷ്യരല്ല എന്ന് അവരാദ്യം തിരിച്ചറിയും. ഇവരുടെ ആത്മാക്കളെ ഇവർക്ക് കൊണ്ടുപോകാം. ഇങ്ങനെയൊക്കെ ചെന്ന് ഇവർ ആത്മഹത്യ ചെയ്താലും മതി. ജോലിക്ക് ചെയ്യുന്ന സമയത്ത് കിറുക്കം വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ തന്നെ ഇങ്ങനെ കിറുങ്ങി ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ കാണും. ഒരുപാട് ആൾക്കാർ മരിച്ച് കിടക്കുന്നത് കാണും. മണ്ണിൻ്റെ ചെളിയിലൊക്കെ പൊതിഞ്ഞ് കിടപ്പുണ്ട്. അവർ ട്രാപ്ഡാണ്. പക്ഷെ അവർ ട്രാപ്പ് ആയത് കാരണം അവർ കാട്ടിൻ്റെ അകത്തും അവിടെയൊക്കെ പോയി ഒളിച്ചിരിക്കുന്നത് അത് മണ്ടത്തരമാണ്. പേരെന്താണ്? എൻ്റെ പേര് സുജോ. എന്താണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്? ശരിക്കും ആരെങ്കിലും നിയന്ത്രിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ശരിക്കും ഒരു ചെറുപ്പകാലം മുതലേ ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ നിയന്ത്രിക്കുന്ന ഒരു അനുഭവം എനിക്ക് പണ്ട് ചെറുപ്പം മുതലേ എനിക്കുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ബിനോയെ വിളിച്ച് ചില കാര്യങ്ങൾ പറയുന്നതിൻ്റെ കാരണം ഇതേപോലെ ഈ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ചില വ്യക്തികൾ കാട്ടിനകത്തും അവിടെയൊക്കെ പോയി ഒളിച്ചിരുന്ന് വിഷമിച്ചും പേടിച്ച് ഇരിക്കണേ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ ഇതിൻ്റെ പേരിൽ എന്നെ നിയന്ത്രിക്കുന്ന ആ ശക്തിയോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ ചില സത്യങ്ങൾ. അത് ഏത് ശക്തിയാണ് നിയന്ത്രിച്ചത്? എന്നെ നിയന്ത്രിക്കുന്ന ശക്തി ഞാൻ ചോദിച്ചപ്പോൾ അത് എന്നോട് പറഞ്ഞത് ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിക്കുകയും ഈ പ്രപഞ്ചം മൊത്തം നിലനിൽക്കുകയും എല്ലാ മനുഷ്യരിലും ജീവജാലങ്ങളിലെല്ലാം ഉള്ള ഈ പ്രപഞ്ച സൃഷ്ടാവായ ഒരു ദൈവത്തിൻ്റെ ശക്തി എന്നാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. അത് ഏത് മതം അങ്ങനെയൊന്നുമില്ല. എല്ലാ മതത്തെയും ഈ മനുഷ്യനെയും ഭൂമിയും പ്രപഞ്ചവും ഒക്കെ സൃഷ്ടിച്ചത് ഈ അദൃശ്യ ശക്തിയാണ്. ശക്തിയോട് സംസാരിച്ചിട്ടുണ്ടോ? ഇത് എൻ്റെ ഉള്ളിലൂടെയാണ് എന്നോട് സംസാരിക്കുന്നത്. എങ്ങനെ സംസാരിക്കുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ചെറുപ്പകാലങ്ങളിലെ അനുഭവം എന്ന് വെച്ചാൽ എന്നെ ചില എന്തെങ്കിലും ഞാനൊരു തെറ്റ് ചെയ്ത് നീ എന്തിനത് ചെയ്തു ശബ്ദമായിട്ട് ഞാൻ കേൾക്കും. അപ്പോൾ ആദ്യം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ആദ്യം ഞാൻ തന്നെ ആര് എന്നെ സംസാരിച്ച് നോക്കുമ്പോൾ ആരും കാണാനില്ല. പിന്നെ കുറച്ചുകൂടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചില ഭയങ്കരമായ സ്വപ്നങ്ങൾ കാണാം. അപ്പോൾ ഈ സ്വപ്നത്തിലെല്ലാം ഈ കൂടുതലും ഞാൻ കാണുന്ന അത്രയും ഈ നശീകരണം, വെള്ളപ്പൊക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കാണുന്നു. പക്ഷേ അപ്പോൾ എന്തുകൊണ്ട് അപ്പം എൻ്റെ വിചാരം എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളതാണ്, മനുഷ്യൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണിത് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് ഞാൻ ഇത്തിരി പ്രായമൊക്കെ ആയി, കല്യാണമൊക്കെ കഴിഞ്ഞ് ആ ലെവലൊക്കെ ആയപ്പോൾ ഇതിങ്ങനെ ഉണ്ട്. എൻ്റെ ചില കാര്യങ്ങൾ ഇപ്പോൾ നിനക്കത് നടക്കും എന്ന് ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ കിട്ടുന്ന കാര്യം കറക്റ്റ് അത് നടക്കും. ഓരോ ചേട്ടന് വ്യക്തിപരമായിട്ടല്ലാതെ ഈ പ്രകൃതി നടക്കുന്ന മാറ്റങ്ങളൊക്കെ അറിയാൻ പറ്റുമോ? സംഭവങ്ങളൊക്കെ മുൻകൂട്ടി അറിയാൻ പറ്റുമോ? എൻ്റെ അടുത്ത് ഈ ശക്തി എന്നോട് ഇടപെട്ടിട്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ഒരു ബാലൻസിങ്ങിൻ്റെ ഒരു കാലഘട്ടമാണ്. ഈ നന്മ തിന്മ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാലഘട്ടം ഇനി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഈ തിന്മയെ നശിപ്പിക്കാൻ കണക്കിന് ഈ പ്രകൃതി തന്നെ ഈ പല പ്രശ്നങ്ങൾ, രോഗങ്ങൾ, വെള്ളപ്പൊക്കം, ദുരിതങ്ങൾ ഇങ്ങനെയൊക്കെ വന്നത് ബാലൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഇനി തുടങ്ങാൻ പോകുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ അടുത്ത് അതുകൊണ്ടാണ് ഈ വെള്ളപ്പൊക്കം ഈ ദുരിതങ്ങളൊക്കെ പണ്ട് മുതലേ ഈ ചെറുപ്പകാലം മുതലേ ഈ സ്വപ്നം പോലെ ഞാൻ കാണുന്നത് എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയും, വയനാട് പോലെയുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്ന സംഭവം പറഞ്ഞായിരുന്നു. വയനാടല്ല, ഈ ഉരുൾപൊട്ടലൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഇത് കാണാറുണ്ട്. പക്ഷേ എനിക്ക് സ്ഥലം അറിഞ്ഞൂടാ, ഇത് ഏത് സ്ഥലത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പൊട്ടി വരുന്നത് കാണും, ഒരുപാട് ആൾക്കാർ മരിച്ച് കിടക്കുന്നത് കാണും, മണ്ണിൻ്റെ ചെളിയിലൊക്കെ പൊതിഞ്ഞ് കിടപ്പുണ്ട്, മരങ്ങൾ എല്ലാം ഇങ്ങനെ ഈ വേരുകൾ. പക്ഷേ ഇപ്പോൾ ഇത് കാണുമ്പോൾ ഇതൊക്കെ പണ്ടേ എനിക്ക് കാണുന്ന കാര്യങ്ങളാണല്ലോ. പക്ഷേ ഇനി വേറെ പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അത് പറയാമോ? ഈ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നത്തിൽ ഈ തിന്മ ഈ കൂടിക്കൂടി വരുന്ന അനുസരിച്ച് പ്രകൃതി ബാലൻസ് ചെയ്യുന്നതാണ് ഈ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ട് തിന്മ ഇതേപോലെ മനുഷ്യർ ആ ലെവലിൽ തന്നെ മുന്നോട്ട് പോകുമെങ്കിൽ മുല്ലപ്പെരിയാറിന് പ്രശ്നം വരും. കാര്യം ഭൂമിയിലൊക്കെ എന്തായാലും വരും. പൊട്ടുമെന്ന് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടും. പക്ഷേ ഇത് ഭാവിയിൽ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. സ്വപ്നം കണ്ടിട്ടുണ്ടോ? മുല്ലപ്പെരി പൊട്ടണം കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചെടുത്തില്ല. ഈ മുല്ലപ്പെരി പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ ഈ കാര്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ ഈ ബ്രെയിൻ മാപ്പിൻ്റെ കാര്യമൊക്കെ ഞാൻ ചോദിച്ചാൽ മറുപടി കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അതേപോലെ ഈ മുല്ലപ്പെരിയെ പൊട്ടു എന്ന് വെച്ചപ്പോൾ അത് മനുഷ്യർ വിചാരിച്ചാൽ വേണമെങ്കിൽ അത് പൊട്ടാതെ ദൈവം കാക്കും. അതല്ല ഈ പോക്ക് ഇങ്ങനെ മനുഷ്യർ പോകുന്നുണ്ടെങ്കിൽ പൊട്ടും. കാര്യം പ്രകൃതി ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ബാലൻസിങ് പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് മാറ്റങ്ങൾ പ്രകൃതിയിൽ പലയിടത്തും സംഭവിക്കും. എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലേക്ക് വരും. അങ്ങനെ വരില്ല. ഓരോ സംഭവങ്ങൾ എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ ഇടയ്ക്കിടെ കിട്ടും. ദുരന്തങ്ങളും വ്യക്തികളുടെ മരണമൊക്കെ ഇതൊക്കെ ചുമ്മാ സ്വപ്നത്തിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഇപ്പോൾ കടൽ കയറണം. ഇപ്പോൾ ഉദാഹരണത്തിന് പേട്ട, പള്ളിമുക്ക് ഈ ഭാഗം വരെ സുനാമി പോലെ വെള്ളം കയറി ഇറങ്ങിപ്പോണയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ് സുനാമി വന്നത്, അതിനുശേഷമാണ് സുനാമി പറഞ്ഞത്. പക്ഷേ അത് ഇങ്ങനെയൊന്നും വന്നില്ലല്ലോ. പക്ഷേ ഇത് തിരുവനന്തപുരത്തിൻ്റെ വരെ കയറുന്ന കാണിച്ചു. പിന്നെ എനിക്ക് ഒരിക്കൽ കാണിച്ചതെന്ന് വെച്ചാൽ ഒരു ഇന്ത്യയുടെ മാപ്പ് കാണിച്ചിട്ട് അതിൽ ഈ കേരളം, കർണാടക, തമിഴ്നാട് ഇത്രയും ഭാഗത്ത് ഒരു വര ഇങ്ങനെ വരച്ചിട്ട് ഭാവിയിൽ ഇത്രയും ഭാഗം കടൽ അടിയിൽ പോകും എന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. അതൊരു 15 വർഷം മുമ്പ് കാണിച്ചു തന്ന സാധനമാണ്. സ്വപ്നത്തിൽ കാണുന്നതൊക്കെ സംഭവിക്കുന്നുണ്ട്. സ്വപ്നമല്ല ഇത്. സ്വപ്നത്തിൽ പല കാര്യങ്ങളും കാണും. ഇത് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക, വൈകുന്നേരമൊക്കെ ഒറ്റയ്ക്കിരുന്ന് മനസ്സിൽ ധ്യാനിച്ച് ദൈവമേ എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ
ഉള്ളിൽ കിട്ടുന്ന കാര്യങ്ങളുണ്ട്. ചില സമയത്ത് പകലൊക്കെ തന്നെ ഈ കിറുക്കം പോലെയൊക്കെ വന്ന് പണിയൊക്കെ ചെയ്ത് ജോലി, ഞാൻ ഇപ്പോൾ അറിയാം ലാബിൽ ഡെൻ്റൽ ലാബിൻ്റെ വർക്കാണ്. അപ്പം ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് കിറുക്കം വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ തന്നെ ഇങ്ങനെ കിറുങ്ങി ഇരിക്കുമ്പം ചില കാര്യങ്ങൾ കാണും. അപ്പോൾ കാണുമ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ കണ്ടിട്ട് ഞാൻ പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചോദിക്കും എന്തിനാണ് അതിങ്ങനെ കണ്ടത്, ഇതിൻ്റെ പിന്നിലെ കാര്യം എന്താണ്. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ എനിക്ക് ആരോ ആണ് പറഞ്ഞു തരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേരുടെ ബ്രെയിൻ ഹാക്ക് ചെയ്യുന്നുണ്ട്. അത് ഏലിയൻസ് ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഏലിയൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഏലിയൻസ് ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. അവർ വേറെ ഡയമെൻഷനിലൊക്കെയാണ് നിൽക്കുന്നത്. നമുക്ക് 3 ഡയമെൻഷനിൽ വെച്ച് നമുക്ക് അവരെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ നേരത്തെ മനുഷ്യർക്ക് ഇത്രയും ടെക്നോളജി വികസിക്കാത്ത കാലത്ത് അവർ മനുഷ്യരുടെ ഇടയിൽ ഇടപെട്ടിട്ടുണ്ട്, അവരെ സഹായിച്ചിട്ടുണ്ട്, അവരുടെ പല വെപ്പൺസൊക്കെ മനുഷ്യർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു, ഈ ടെക്നോളജിയൊക്കെ വികസിച്ചുകൊണ്ട് ഈ മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്നുള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇവർ മറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഭൂമിയിലുണ്ട് സാധനം ഭൂമിയിലുണ്ട്. അത് ഭൂമിയിൽ നല്ല അവർ പല സ്ഥലങ്ങളിൽ നിന്ന് പോയും വരെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അനുഭവം ഉണ്ടോ? അല്ല, എനിക്ക് കാണിച്ച് ഞാൻ ഇത് അകത്തുനിന്ന് കണ്ടു. ഈ പറഞ്ഞില്ലേ സ്വപ്നം കാണുമ്പോൾ കാണുന്നില്ലല്ലോ, അങ്ങനെ ഞാൻ പല സാധനങ്ങളെയും കണ്ടിട്ടുണ്ട്. ചില സാധനങ്ങൾ ചില നശീകരണ ഭൂമിയിൽ ചെയ്യാനായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഏലിയൻസ് ചില മനുഷ്യന്മാരെ മാത്രം നോട്ടോട്ടിട്ടുണ്ട് അല്ലേ? നോട്ടോട്ടിട്ടുണ്ട്. അവരെ മേളിൽ കൊണ്ടുപോകുന്നവരുടെയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് ഒരു എനർജിയാണ്. ഇത് അവർക്ക് അവരെ കയ്യിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം ഈ എനർജി ശരിക്കും പറഞ്ഞാൽ ആ സൃഷ്ടാവിലോട്ട് തിരിച്ച് പ്രകൃതി ആ പ്രപഞ്ച സൃഷ്ടാവിലോട്ട് തിരിച്ച് പോകേണ്ട ശക്തിയാണ് മനുഷ്യൻ്റെ അകത്തിരിക്കുന്ന ആത്മാവല്ല എനർജി. ഇത് ഈ സാധനങ്ങൾക്ക് ഇവർക്ക് ഉപയോഗമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവർ ചില മനുഷ്യരെ ട്രാപ്പ് ചെയ്ത് അവരുടെ അണ്ടറിൽ ആക്കി വെക്കുന്നതാണ് ഈ പലതും നമ്മൾ ഈ കാണുന്ന പല സാധനങ്ങൾ. ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുന്നത് അത് അവർക്ക് ബ്രെയിൻ മാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് തോന്നുന്നു. കാരണം ഇവരെയൊന്ന് കാണാനോ ഇതൊന്നും അനുഭവിച്ചറിയാനുള്ള ടെക്നോളജി മനുഷ്യന് ഇപ്പോൾ ഇല്ല. ഭാവിയിൽ ചിലപ്പോൾ അതിനുള്ള മെഷീനോ വല്ലതൊക്കെ വരുമായിരിക്കും. പറഞ്ഞുകൂടാത്ത കാലത്ത് അവർക്ക് ഇപ്പോഴത്തെ ശാസ്ത്രീയ വളർച്ച വെച്ചിട്ട് ഓരോ ഡെഫിനിഷൻസ് പറയുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പിന്നിലൊക്കെ ഈ ചില അദൃശ്യ ശക്തികൾ തന്നെയാണ്. അത് സത്യം തന്നെയാണ്. അത് സത്യം തന്നെയാണ്. അവർ ട്രാപ്ഡാണ്. പക്ഷേ അവർ ട്രാപ്പ് ആയത് കാരണം അവർ കാട്ടിനകത്തും അവിടെയൊക്കെ പോയി ഒളിച്ചിരിക്കുന്നത് അത് മണ്ടത്തരമാണ്. കാര്യം ഇവർക്ക് ഇതൊന്നും വിഷയമല്ല. ഇവർ നമ്മളെ മൈൻഡിനെയും നമ്മളെ തലച്ചോറിനെയൊക്കെയാണ് ട്രാപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അല്ലാതെ ഈ കണ്ട് ട്രാപ്പ് ചെയ്യുന്ന സാധനം അല്ല ഇത്. ഏതെങ്കിലും ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? സ്വപ്നത്തിലൂടെ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല. ഈ പറയുന്നത് പോലെ ശിവനാണെങ്കിലും വിഷ്ണു, പിന്നെ ദേവി, ഇങ്ങനെയുള്ള രൂപങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. യേശുവിനെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇതേപോലെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുമ്പോഴത്തേക്കും ഇവരെയൊക്കെ എനിക്ക് കാണിച്ചു തരും. ഇതൊക്കെ ഉണ്ടെന്ന് സ്ഥാപിക്കാനായിട്ട് ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഓരോ ശക്തികളാണ്. പക്ഷെ നമ്മുടെ ഭാവനയിൽ അനുസരിച്ച് ആ രൂപത്തിൽ ആ എനർജി നമുക്കത് കാഴ്ചയായിട്ട് വരും. യേശുവും അല്ലെങ്കിൽ വിഷ്ണു ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. കൃഷ്ണനുണ്ട്. ഇതെല്ലാം പണ്ടുണ്ടായിരുന്ന വ്യക്തികൾ തന്നെയാണ്. പക്ഷെ അവരൊന്നും ദൈവമല്ല. ഇവ യേശുവും കൃഷ്ണനും ദൈവമല്ല. ഇവരെല്ലാവരും ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് ആ പോസിറ്റീവ് ശക്തിയിൽ നിന്നും കൊണ്ട് അവർ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്ത വ്യക്തികളാണ് യേശുവും ഇതൊക്കെ. അവരൊക്കെ ഓരോ നിയോഗം ഉണ്ടായിരുന്നു. ആ കറക്റ്റ് അവരാ ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ കഴിഞ്ഞ് പോയിട്ടുണ്ട്. അവരെന്തൊക്കെ പറയുന്നു, അവരെന്താണ് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അതേപോലെ നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അല്ലാതെ ഈ ചില അദൃശ്യ ശക്തികളുണ്ട്, ചില പവേഴ്സുകളുണ്ട്. അതായത് മനുഷ്യൻ്റെ നാളത്തെ കാര്യങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ള ചില ശക്തികളുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ചിലപ്പോൾ ഏലിയൻസ് എന്ന് പറയാം. ഇന്ന് അതല്ലെങ്കിൽ വേറെ ഏതോ രൂപമൊന്നും ഇത് മനുഷ്യന് വെളിപ്പെടുത്താത്ത ചില ശക്തികൾ. പിന്നെ ഈ പണ്ട് പോലെ ഈ ഗണപതി എന്നും അവർ എന്നൊക്കെ പറയുന്ന ഇതെല്ലാം അവരവരുടെ ഭാവനയാൽ അവർ കാണുന്ന രൂപമാണ്. ശരിക്കും പറഞ്ഞാൽ അവരെ എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബിനോയ് ബിനോയ് കണ്ടെന്ന് വെച്ചു. ഈ എനർജി ഇപ്പോൾ ഇവിടെ ഉണ്ട്. ബിനോയ് ആ എനർജി കാണുമ്പോൾ ചിലപ്പോൾ ആ എനർജി ബിനോയുടെ ഭാവനയിൽ ഉള്ള ചിലപ്പോൾ ഒരു ദൂതനായിട്ടോ മാലാഖയായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ബിനോയ് കാണുന്നത്. പക്ഷേ ഈ ഹൈന്ദവ രീതിയിൽ അത് നിൽക്കുന്നൊരു വ്യക്തിയുടെ മനസ്സിലിരിക്കുന്ന പിക്ചറെല്ലാം അങ്ങനെയായതുകൊണ്ട് അവൻ കണ്ട രൂപത്തിൽ ഇതിനെ കാണും. ഈ കൃഷ്ണനോ അല്ലെങ്കിൽ യേശുവിനെ കണ്ടെന്ന് പറഞ്ഞല്ലോ, ഇവരുടെ രൂപം നമ്മൾ ചിത്രത്തിൽ കാണുന്ന രൂപം തന്നെ. കൃഷ്ണനെയൊക്കെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ശരിക്കും അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന സാധാ ഒരു മനുഷ്യൻ, അല്ലാതെ ഈ കിരീടവും അങ്ങനെയൊന്നുമല്ല. ചിത്രത്തിൽ കാണുന്ന രൂപമല്ല, അങ്ങനത്തെ രൂപമല്ല. പുള്ളി സാധാരണ ഒരു അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ അവിടുത്തെ വേഷവിധാനം അതിലൊക്കെ നിന്നിരുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ വലിയ വലിയ സ്വർണ്ണ കൊട്ടാരം അങ്ങനെയൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഈ ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ദൂതനല്ലോ എൻ്റെ ഉള്ളിലുണ്ടോയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ദൈവവും അതുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് നിയന്ത്രിക്കുന്നുണ്ട്. എന്നെ അതിന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഉറപ്പാണ്. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. പക്ഷേ ദൈവം എന്നെ മാത്രമല്ല, ഇതേപോലെ ആ പോസിറ്റീവ് ശക്തി തിരഞ്ഞെടുത്ത ഒരുപാട് പേരുണ്ട്. നെഗറ്റീവ് ശക്തിയിൽ നിൽക്കുന്നവരും ഒരുപാട് പേരുണ്ട്. ഇത് രണ്ടും ഈ ഭൂമിയിലുണ്ട്. ഇപ്പോൾ ബിനോയ് ഒരു പോസിറ്റീവ് ശക്തിയുടെ നിയന്ത്രണത്തിലുള്ളതെന്നാണ് എൻ്റെ ശക്തി എനിക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് ഞാൻ ബിനോയായിട്ട് ബന്ധപ്പെട്ടത്. ഇത് ശരിക്കും പറയുന്നത് എന്തെങ്കിലും ഒരു സൂചന ഭൂമിക്ക് ഉണ്ടാകുന്ന മാറ്റമോ അല്ല ഏതെങ്കിലും ഭൂമിക്ക് ഭയങ്കരമായ മാറ്റങ്ങൾ ഇനി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. ഇത് ഞാൻ വർഷങ്ങൾ മുമ്പേ ഞാൻ പറഞ്ഞത്. ഇപ്പോഴാണ് യൂട്യൂബിലൊക്കെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പറഞ്ഞെന്ന ആ സംഗതി ഇവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുത്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ട്. എൻ്റെ വിചാരം ഇതൊക്കെ എനിക്കേ അറിയാവൂ. അപ്പോൾ നാളെ സമയത്ത് ഞാനിത് എനിക്കിത് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അത് പറയാനൊന്നും സമ്മതിച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവരത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്താ ഭൂമിക്ക് മാറ്റം എന്താണ്? സൂചന കാലഘട്ടം ചേഞ്ച് ആവും. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ശാസ്ത്രം പറയുന്നത് ഇപ്പോൾ ചൂട് കൂടി വരും. ആ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അതിൽ വ്യത്യാസം വരും. പിന്നെ ഭൂമിയുടെ അച്ചുതണ്ടിലുള്ള കറക്കത്തിൽ വ്യത്യാസം വരും.
ഇങ്ങനെ ചില മൈന്യൂട്ട് വ്യത്യാസങ്ങൾ വരുമ്പോൾ തന്നെ ഈ മൊത്തം കാലാവസ്ഥ ചേഞ്ചിങ്, ഇതേപോലെ തന്നെ ഈ ഉരുൾപൊട്ടൽ ഭൂമിയിലൊക്കെ ഇങ്ങനെയുള്ള ഇതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ സയൻസ് പരമായിട്ട് പറയുമ്പോൾ ഇതിങ്ങനെ പറയും, പക്ഷേ ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ചില ശക്തികളാണ് ഇതിൻ്റെ പിന്നിൽ. ലോകം എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഭൂമി അവസാനിക്കുകയില്ല. ഭൂമിക്ക് ഒരു അവസാനമുണ്ട്, അതിന് ലക്ഷങ്ങളൊക്കെ ഓടിക്കുന്ന വർഷം ചിലപ്പോൾ കഴിഞ്ഞിട്ട് അവസാനം കാണും. ഉടനെ കാണത്തില്ല. ഉടനെ അല്ലല്ലോ, ഇത് കാലഘട്ടം ചേഞ്ചിങ് ഉടനെ ഉണ്ട്. ഈ ഒരു കാലഘട്ട ചേഞ്ചിങ് ഉടനെ ഉണ്ട്. ഇപ്പോൾ ഉള്ള കാണുന്ന അതെല്ലാം മാറ്റിയിട്ട് വേറൊരു കാലഘട്ടത്തിലോട്ട് അടുത്ത് പോകും. ഈ മൂന്നാം ലോകമയുദ്ധം വിചാരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും നടത്തണമെന്നോ ഇതൊന്നും ചെയ്യണമെന്നോ ദൈവത്തിന് പ്ലാൻ ഇല്ല. പക്ഷേ തിന്മ പെരുകുമ്പോൾ ദൈവം അത് ചെയ്യും. ലോകമയുദ്ധം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. തിന്മ ഇനിയും പെരുകി വന്നു കഴിഞ്ഞാൽ അതുണ്ടാവും, മഹായുദ്ധം ഉണ്ടാവും. അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഞാനിത് തീയും മിസൈലും പോകണം കണ്ടിട്ടില്ല. ഇതെല്ലാം ഈ നശിച്ച് കിടക്കുന്നതാണ് കൂടുതലും കാണുന്നത്. നശീകരണം അത് ഞാൻ കൊച്ചു സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ കാണാറുണ്ട്. ഇത് കണ്ടുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. പിന്നീട് ഈ സംസാരം എന്നിലേക്ക് നല്ല രീതിയിൽ വന്ന് ഞാൻ ചോദിച്ച് ആൻസർ കിട്ടുന്ന ലെവലിൽ എത്തിയപ്പോഴാണ് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ ഇതെൻ്റെ അടുത്ത് കിട്ടുമ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള ആൾക്കാരെ പിടിക്കാനായിട്ട് ഓരോ വേലകൾ കാണിക്കുന്നത് പോലെ നിനക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കരുത്. നീ മാന്യമായി ജോലി ചെയ്ത് ജീവിച്ച് നീ സുഖമായിട്ട് ജീവിക്കുക. നാളെ സമയത്ത് ഭൂമിയിൽ ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. ദൈവം അത് ചെയ്യും. ന്യായവിധി എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ അതെല്ലാം പണ്ട് മുതലേ ഉള്ളതാണ്. ഇപ്പോൾ ഒരു 100 വർഷത്തിന് മുമ്പ് ഒരു ന്യായവിധി ഉണ്ട്. അതാണ് ഈ രണ്ടാം ലോകമഹായുദ്ധവും കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചസ് ഇനി ഭൂമിയിൽ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ തിന്മ പെരുകുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ആ ബാലൻസ് തെറ്റുന്നതെന്ന് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി പറ്റാവുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പറയുക. വിശ്വസിക്കും, അവർ രക്ഷപ്പെടും. ബ്രെയിൻ മാപ്പിങ്ങും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന പെട്ടിടക്കുന്ന അവർ ശരിക്കും പറഞ്ഞാൽ അവരെ നിയന്ത്രിക്കുന്ന ചില ശക്തികൾ ഉണ്ട്. ഇതൊന്നും മനുഷ്യരല്ല എന്ന് അവരാദ്യം തിരിച്ചറിയണം. അത് മനുഷ്യരല്ല, ഏലിയൻസിനെ പോലെയുള്ള ഏലിയൻസ് ആയിട്ട് മനുഷ്യരിൽ വരാത്തതുമായിട്ടുള്ള പല അദൃശ്യ ശക്തികളുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് അവരെ നിയന്ത്രിക്കുന്നത്? എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആത്മാക്കളെ ഇവർക്ക് കൊണ്ടുപോകാം. ഇങ്ങനെയൊക്കെ ചെന്ന് ഇവർ ആത്മഹത്യ ചെയ്താലും മതി. ഇവർ ഈ മെൻ്റലി ഭ്രാന്തെടുത്ത് ആത്മഹത്യ ചെയ്താലും അവർക്ക് സാധനം കിട്ടും. പക്ഷേ ഇവർക്ക് ഇന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി അവരുടെയൊക്കെ ഉള്ളിലുണ്ട്. സകലമോന മനുഷ്യരുടെ ഉള്ളിൽ ഈ ആത്മാവിനെ അവരെന്ത് ചെയ്യും? അത് അവരുടെ ഇഷ്ടമാണ്. നമുക്ക് അറിഞ്ഞൂടത്. അത് വേറെ ടെക്നോളജിയാണ്. ഇപ്പോൾ നമ്മളൊരു ആറ്റം, ഇതിന് ഇപ്പോഴല്ലേ നമ്മളെ കൈ കിട്ടിയപ്പോൾ അത് വെച്ച് ആറ്റം ബോംബ് ഉണ്ടാക്കിയത്. പണ്ടും ആറ്റം ഭൂമിയിലുണ്ടായിരുന്നു. ആരെങ്കിലും അത് ചിന്തിച്ച് ചെയ്താൽ. അതേപോലെ നമ്മളെ മനുഷ്യൻ്റെ ആ ആത്മാവെന്നുള്ള എനർജി കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തോ വലിയ കാര്യങ്ങൾ അവർക്ക് എന്തോ പവർഫുൾ ആവാൻ പറ്റും. അതുകൊണ്ട് ആത്മഹത്യ എന്തൊരു മരണമല്ല കൊണ്ടുപോകും. അവരിൽ നിയന്ത്രിച്ച് അവരെ പേടിച്ച് ഈ ശരിക്കും ദൈവത്തിലേക്ക് വരാതെ സത്യം തിരിച്ചറിയാതെ മരിക്കുന്ന ആത്മാക്കളെയൊക്കെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിങ്ങനെ ചെയ്തുകൊണ്ട് ഇത് പറഞ്ഞു തരാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കാനും വേണ്ടിയിട്ടാണ് യേശു, മുഹമ്മദ് നബി എന്നൊക്കെ പറഞ്ഞ് പണ്ട് പോലെ ദൈവം പല ആൾക്കാരെ അയക്കണത്. ഇപ്പോൾ ശ്രീനാരായണ പോലും എന്നെ ഇവിടെ അയക്കുന്നു. എൻ്റെ അടുത്ത് ഈ ജോലി എൻ്റെ അടുത്ത് ഇവിടെ നിനക്കറിയാമെന്നുള്ളവർക്ക് പറയാൻ പറയുന്നു. അതേപോലെ തമിഴ്നാട്ടിൽ കാണും, കേരളത്തിൻ്റെ പലരും കാണും. അവരിലൂടെയൊക്കെ ദൈവം കാര്യം പോസിറ്റീവ് ശക്തിയായ ആ ദൈവം പോസിറ്റീവായിട്ടുള്ള ചില ആൾക്കാരെ എടുത്ത് പോസിറ്റീവാക്കി ദൈവം ഉപയോഗിക്കുന്നുണ്ട്. അത് എന്നെ മാത്രമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവരിലൂടെ ഇപ്പോൾ തന്നെ വെട്ടം കാണുമെന്ന് പറഞ്ഞില്ലേ, ഒരു 7 വെട്ടം കാണുന്നു പറഞ്ഞല്ലോ. ഈ വെട്ടം ശരിക്കും പറഞ്ഞാൽ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഓരോ ഈ പവേഴ്സ്, ഓരോ എനർജീസിൻ്റെ ആ ഒരു ഇത് നമുക്ക് ദൈവം നമ്മളെ മനസ്സുകൊണ്ട് നമുക്ക് കാണിച്ചു തരണതാണ്. അപ്പോൾ ആ ഒരു സ്ത്രീ അത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയമൊന്നുമില്ല. അവരത് കാണുന്നുണ്ട്, അവരുടെ അടുത്തൊക്കെ ചില വരികയും ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും കരുതിയിരിക്കുക എല്ലാവരും.